ഹലോ അസ്സാം വലൈക്കും ചങ്ങളെ, എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോളേ നമ്മൾ ഡിസ്ചാർജ് ആയിക്കണേ. പക്ഷെ നമ്മളെ പെട്ടെന്ന് കഴിച്ചിട്ടില്ല, കുറച്ചൊക്കെ. അപ്പോൾ നമ്മൾ തൽക്കാലം ഒന്ന് ഡിസ്ചാർജ് ആയി പോകട്ടെ, വീട്ടിൽ പോകണേ. അപ്പോൾ നമുക്ക് ഈ കാരുണ്യ ഇൻഷുറിൻ്റെ ഒരു വിഷയം ശരിയാകാണ്ടിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച വന്നിട്ടാണ് നമുക്ക് ശരിയാവുള്ളൂ. ഫൈനൽ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എൻ്റെ ഫണ്ട് പാസ്സാവും. ഫണ്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ സാറിൻ്റെ ഡേറ്റും കിട്ടിയാൽ മതി. അപ്പോൾ വ്യാഴ്ചക്കുള്ളിലൊക്കെ സെറ്റാവുന്ന വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാഹ്. എന്തായാലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലല്ലാത്തതുകൊണ്ടും വലിയ ടെൻഷനില്ല. ഇൻഷാ അല്ലാഹ് വേറെ വിഷമങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യാം. അപ്പോൾ നമ്മളെ ചങ്ക് വന്നിട്ടുണ്ട്. ചങ്കിൻ്റെ ഒപ്പം 2 ചുള്ളന്മാരും വന്നിട്ടുണ്ട്. ഓലോടെ ബീച്ചിലൊക്കെ പോയി തന്നെ തിരിഞ്ഞിങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഓല കിട്ടിയ ചാൻസിൽ ടൂർ അടിച്ചു. കുഴപ്പമില്ല, കണ്ടില്ല. എന്താ പറയണേ? ഇനി എന്താ മരുന്നെന്തോ വാങ്ങാണ്ട് തരാം. അപ്പോൾ മരുന്ന് കുറച്ച് വാങ്ങാണ്ട്, മരുന്ന് വാങ്ങി നമുക്ക് പോവാം ഇൻഷാ അല്ലാഹ്. മണികൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ചങ്കിൻ്റെ ഒപ്പം ചങ്കിൻ്റെ കുട്ടികളാണ്. ചങ്ക് നമ്മളെ സ്വന്തമായതുകൊണ്ടേ, വണ്ടി നമ്മളെ സ്വന്തമായിട്ട് നമുക്ക് പ്രശ്നമില്ല. എപ്പോൾ വരാനും പോകാനും വണ്ടിയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇനി പെണ്ണും മരുന്ന് വാങ്ങാൻ പോകണം. മരുന്ന് എന്തായാലും ഒരാഴ്ചക്കുള്ള മരുന്നുണ്ടാവും. അത് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ മരുന്ന് വാങ്ങിയിട്ടേ അത് വാങ്ങിപ്പോവാം. മരുന്ന് വാങ്ങി പോകാന്നുള്ള തീരുമാനമാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയിക്കാം കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ പ്രത്യേകിച്ച് വിഷമല്ല എന്നല്ല നമ്മൾ പറയുന്നത്. ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും, ഒന്നും ഇല്ലാതെ നടക്കില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടേ. 2 ബ്ലോക്ക് ഉണ്ട്. 2 ബ്ലോക്ക് പിന്നെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്താൽ സെറ്റാവുമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ്. എനിക്കല്ലെങ്കിൽ തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നിലക്കും അത് എനിക്ക് വിഷയം ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടെന്നോ കൂടിയും പറയില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞങ്ങളോട് എനിക്ക് വിഷയമല്ല എന്ന് പറയുന്നത്. സംഭവം വിഷയമാണ്. പക്ഷേ എനിക്ക് നിലവിൽ നോർമലി ഒരു നെഞ്ചിനോട് കൂടെ വേദന, അങ്ങനെ ഒരു കുത്തിക്കഴപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതൊരു വിഷയമല്ല എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു 5 മീറ്റർ നടക്കാനോ 10 അടി നടക്കാനൊന്നും കഴിയുന്നില്ല. നടക്കുമ്പോൾ തന്നെ നമ്മൾ കിടപ്പും ക്ഷീണമൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിലിപ്പോൾ നമുക്ക് ഇൻഷൂർ സെറ്റാവണം. ഇന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് എങ്ങനെയൊക്കെ സെറ്റാവും. ഇപ്പോൾ അത് അങ്ങനെ ഒന്നും ചിന്തിക്കണില്ല. അപ്പോൾ നമുക്ക് സാറ് പറഞ്ഞു നിങ്ങളതിന് റിസ്ക് എടുക്കൊന്നും വേണ്ട, നമുക്ക് സെറ്റാക്കാം, റെഡിയാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ലെവലിലാണ് ഇപ്പോൾ നീങ്ങണത്. നമ്മളെപ്പോലത്തെ ആളുകൾക്ക് തന്നെയാണല്ലോ സർക്കാരിൻ്റെ ഫണ്ടും കാര്യങ്ങളും മറ്റേ ഇൻഷൂറൊക്കെ. സാധാ ഇൻഷൂർ കാർഡില്ല, സാധാ ഇൻഷൂർ കാർഡ് ഞാൻ റെഡിയാക്കാൻ പറ്റുമോ നോക്കി. കാരണം ഞാനും പെണ്ണുങ്ങളുള്ളൊരു റേഷൻ കാർഡ് ഉണ്ടല്ലോ. അപ്പോൾ അതിന്ന് ഉമ്മാൻ്റെ റേഷൻ കാർഡ് നമുക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ സപ്ലൈ ഓഫീസിൽ വിളിച്ചു. സപ്ലൈ ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ നിയമമില്ല, അങ്ങനെ ഒരു പദ്ധതിയില്ല, അങ്ങനെ പരിപാടിയില്ല, അങ്ങനെ മാറ്റിത്തരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും കാരുണ്യയിലേക്ക് തന്നെ ചിന്തിച്ചു. അങ്ങനെ കാരുണ്യം സെറ്റാക്കാന്നുള്ള തീരുമാനമായി. സാറ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു, കുഴപ്പമില്ല. ജസ്റ്റിസ് സാറ് എന്നെ എല്ലാ സപ്പോർട്ടും തന്നിരുന്നു. അവിടെ ഈ സൂപ്രണ്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല, ആ ഒരു ഡിലേ വന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഒരു ചെറിയ 2 ദിവസത്തെ സ്ലിപ്പ് വന്നു. അതുകൊണ്ടാണ് താമസം വന്നത്. പിന്നെ ഇപ്പോൾ സാർക്ക് അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. അവർക്ക് അവരുടെ പരിമിതികളുണ്ട്. അവരുടെ ഡ്യൂട്ടി, അതിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് അവരെ പരിപാടികൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും സംഭവം കുഴപ്പമൊന്നുമില്ല, വളരെ ഉഷാറായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോകണു, റെസ്റ്റ് എടുക്കണു. അനങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെണ്ണു പ്രത്യേകം ഡോക്ടറോട് ചോദിച്ചു എന്താണ് വിഷയം, അനങ്ങാൻ പറ്റുമോ, അളകാൻ പറ്റുമോ, ആളടങ്ങിയിരിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് അളകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ വിഷയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെല്ലെ മടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഡിസ്ചാർജ് ആയിങ്ങാണ്ട് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി. പിന്നെ ഡിസ്ചാർജ് ആയിങ്ങാണ്ട് ബീച്ചിൽ വന്നു. അപ്പോൾ നമ്മളെ പെണ്ണൂന് ബീച്ച് കാണാനല്ല, നമ്മളെ ചങ്കും കുട്ടികളുണ്ട്. ചങ്കുനും കുട്ടികളെ ഞാൻ കൊണ്ടുപോകാൻ നിൽക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഓലൊന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രയും ആളുകളുണ്ടല്ലോ, ഒരുപാട് ആളുകൾ ബീച്ചിലുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ നിൽക്കണിയൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്താ വെച്ചാൽ അൽഹംദുലില്ലാ അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഒപ്പം ഉണ്ടായതുകൊണ്ടേ ഓലേറ്റ് പോകുമ്പോൾ വന്നിക്കണേ. അപ്പം എന്നാൽ ഓലിക്കൊരു 1.5 മണിക്കൂർ സമയം അവിടെ കൊടുക്കായിരുന്നു. നമ്മൾ വീട്ടിൽ പോട്ടോ. ചാറിനോ? അപ്പോൾ നമ്മളെ ചങ്കും കുട്ടികളാണ്. അതുപോലെ നമ്മളെ കൊണ്ടാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ജനമുണ്ട്, ഇഷ്ടംപോലെ ആളുണ്ട്. ഇപ്പോൾ ഒരു മഴക്കൊരു ഒഴിവുണ്ട് കേട്ടോ. കടലിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. നല്ല കയറ്റം കയറുന്നില്ലടാ. അല്ല ഒരുപാട് കയറിയില്ല കണ്ട് അല്ലേ? ഒരുപാട് കയറി കേട്ടോ. കരെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല കലിപ്പിലാണ് ആൾ കേട്ടോ. കടലമ്മ കലിപ്പിലാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ്ട് ഒരു ഹാപ്പിനെസ് കൊടുത്ത് പോകാനില്ല. ഒന്നുമല്ല, നല്ലൊരു കാലാവസ്ഥ. നമ്മളിപ്പോൾ 4 ദിവസമായിട്ട് കൂട്ടിലിട്ട മാതിരി ചെയ്യുന്നു. അപ്പോൾ പുറത്തിറങ്ങി നല്ലൊരു ശുദ്ധമായി ശ്വസിക്കുക, അങ്ങനെയൊക്കെയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു. നമ്മൾ വാർഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ മഴയുടെ ജനൽ ഗ്ലാസിൻ്റെ അകത്തൂടെ മഴ ഇങ്ങനെ കാണുക, അത് ആസ്വദിച്ച് കിടക്കുകയായിരുന്നു. അതിനിടയ്ക്ക് സിസ്റ്റർമാർ വരുന്നു, ഇഞ്ചക്ഷൻ വെക്കുന്നു. 48 മണിക്കൂർ നമുക്കൊരു മരുന്ന് കയറ്റാനുണ്ടായിരുന്നു കേട്ടോ. 48 മണിക്കൂർ നിൽക്കാതെ കയറണം. അങ്ങനെ നമ്മൾ ആ മരുന്നൊക്കെ കയറ്റിയിട്ട് കിടക്കുകയായിരുന്നു. അതൊക്കെ ഒരു അവസ്ഥ കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ കയറി ഇൻഷാ അല്ലാഹ്. എന്തായാലും വാക്സിനെ പ്രാർത്ഥിക്കാൻ നമ്മൾ റസാക്കിൻ്റെ ചങ്കിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ആഫീസിന് വേണ്ടി കടന്നിട്ട് കടപ്പുറത്ത് കുറച്ച് സമയം. പിന്നെ ഈ അടുക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കടലിങ്ങനെ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ചീന സ്മെല്ലുകളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ശുദ്ധമായി ശ്വസിക്കുക എന്നുള്ളൊരു ഹാപ്പിനെസ്സും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം നമ്മൾ തന്നെ കുറേ കൂട്ടിക്കിടന്നല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി പിന്നെ ചങ്കൊക്കെ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടൊക്കെ ഇനി വിടുള്ളൂ. വീട്ടിൽ ഉമ്മയും ബേബിയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. പെണ്ണുൻ്റെ അമ്മ ഉണ്ടായിരുന്നേ.
അപ്പോൾ അവൾ എന്നെ കണ്ട സന്തോഷത്തിലിട്ട് എന്നെ വിടുന്നില്ല. പക്ഷെ അപ്പോൾ ഞാനിപ്പോൾ കുളിക്കാതെ അവളോട് കളിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവൾ ആ ഹാപ്പിനെസ്സിലാണ് നമ്മൾ ചാരി നിന്ന് നമ്മളെ മേത്ത് കളിച്ച് ഒത്തിരി കള പരിപാടിയാണ്. കുറച്ച് ദിവസമായിട്ട് പപ്പാനും മമ്മാനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലായതുകൊണ്ട് അവൾക്ക് ആ ഒരു സന്തോഷം ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. അവിടുന്ന് പനിച്ചു. ഇപ്പോൾ പനിയൊക്കെ കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ അവൾ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സന്തോഷത്തിൽ. അപ്പാന്നാണ് അവൾ വിളിക്കുക. അൽഹംദുലില്ലാ. ഏതായാലും ഇപ്പം നമ്മൾ വീട്ടിലെത്തിയ ആ ഒരു സന്തോഷം വല്ലാതെ ഉണ്ട് നമുക്ക്. കണ്ട അവളെ കുട്ടിനെ കളി കാണില്ലേ, അവളെ കളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ട്. നമ്മളെ തലയിൽ കയറ്റിട്ട് നമ്മളെ വണ്ടി എടുത്ത് തലയിൽ കളിക്കാം. അപ്പം ഇനിയിപ്പോൾ അതിനൊന്നും പറ്റൂല, കൊണ്ട് സമ്മതിക്കൂല. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് ഹൈറാക്കട്ടെ.